ക്രിപ്റ്റോ ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൂമിംഗ് സ്കാം ഭയങ്കര രസമുള്ളൊരു സ്കാമാണ്. അതായത് പുതിയതായിട്ട് ഈ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർ വളരെ റിസ്ക് കുറഞ്ഞിട്ട് ചെറിയൊരു പൈസക്ക് ഒരുപാട് എണ്ണം കിട്ടുന്ന ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എണ്ണം കുറഞ്ഞതിനെ കുറ്റം പറയുന്നതല്ല, എന്നാൽ പോലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ സംസാരിക്കുന്നതാണ്. അതായത് ചില ക്രിപ്റ്റോകളുണ്ടാവും, നമ്മൾ ₹1 അല്ലെ $1 കൊടുത്തു കഴിഞ്ഞാൽ ചാക്കിൽ കെട്ടിക്കൊണ്ട് പോകാൻ മാത്രമുള്ള ക്രിപ്റ്റോകളൊക്കെ. അപ്പോൾ ആ ഒരു ക്രിപ്റ്റോൻ്റെ മാനുഫാക്ചേഴ്സും ഇത് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു ബൂമിംഗ് അപ്പ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ പല മീഡിയാസ് ത്രൂവും പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ വിശകലനമോ പഠനമോ നടത്താതെ, അല്ലെങ്കിൽ എക്സ്പീരിയൻസുള്ള ആൾക്കാരുടെ അഡ്വൈസ് ചോദിക്കാതെ ബ്ലൈൻഡായിട്ട് ചെറിയൊരു അറിവിൻ്റെ പേരിൽ ഒരുപാട് എണ്ണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം തന്നെ ഇവരൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയാസോ അവരുടെ ആ ഒരു വഴികളോ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ബൂമിംഗ് അപ്പ് ആവുന്നു. ചില്ലറ പൈസക്ക്, അതായത് $1 1000, 2000, 3000 ക്രിപ്റ്റോ ഒക്കെ കിട്ടിയത് ഒറ്റൊന്നിന് തന്നെ $100, $200, $500 വരെ കൂടുന്നു. പക്ഷേ അത് സ്വാപ്പ് ചെയ്യാനോ അതോ വിഡ്രോൾ ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ പല്ലില്ലാത്ത പട്ടിക്ക് പൊതിക്കാത്ത ഉണക്കത്തേങ്ങ കിട്ടിയ അവസ്ഥ. എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന് ഈ അടുത്ത ദിവസം ആ രീതിയിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. BNBD എന്നൊരു ക്രിപ്റ്റോയിൽ അദ്ദേഹം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം, ആളുടെ കയ്യിൽ ഏകദേശം 2.25 കോടിയോളം ക്രിപ്റ്റോ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത് വാങ്ങിക്കുന്ന സമയത്ത് ചെറിയൊരു പൈസ ആയിരുന്നെങ്കിൽ പോലും ഇന്ന് ആ ഒരു ക്രിപ്റ്റോയ്ക്ക് വില $513 നമുക്ക് ഗൂഗിളിൽ തന്നെ കാണിക്കുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഏകദേശം $1500 കോടി മേലെ, അതായത് ഇന്ത്യൻ മണി അപ്രോക്സിമേറ്റ്ലി 10-20 ലക്ഷം കോടിക്ക് അടുത്ത് വരുന്നൊരു സംഖ്യ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ തെളിഞ്ഞു കിടക്കുന്നു. ഉറക്കം നഷ്ടപ്പെടാൻ എവിടെയും പോയില്ല. ഇതും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിരിഞ്ഞ് നടന്നു. ഒരുപാട് രീതിയിൽ ശ്രമിച്ചു നോക്കി, പല രീതിയിലും പല വഴികളിലൂടെയും ഇത് സ്വാപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഇതൊന്ന് വിഡ്രോവൽ ചെയ്യാനും ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി പല വഴികളും നോക്കിയിട്ട് ഇന്നും ഈ ഒരു സംഭവം നടന്നത് ഏതാനും മാസങ്ങൾക്ക് മുന്നെയാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഇത് ഇതേ രീതിയിൽ തന്നെ കാണുന്നുണ്ട്. പക്ഷേ അതിനെക്കൊണ്ട് വേറൊരു കാര്യമില്ല. ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാതെ, ഇതിനെപ്പറ്റി അറിവില്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇനിയെങ്കിലും നിർത്തുക.